നമസ്കാരം. ന്യൂസ് ഡെയിലി കേരളയിലേക്ക് സ്വാഗതം. അനന്തപുരിയുടെ അഭിമാനമായ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തോളം പഴക്കവും അത്ര തന്നെ പ്രാധാന്യവുമുള്ള വിഷ്ണുപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം 9-ാം നൂറ്റാണ്ടിൽ കേരളം ഭരിച്ചിരുന്നത് ആയി രാജവംശമായിരുന്നു. അന്ന് 2 രാജ്യ തലസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നതിൽ ഒന്ന് ആയിക്കുടി എന്നറിയപ്പെടുന്ന അഗസ്ത്യാർകൂടവും മറ്റൊന്ന് വിഴിഞ്ഞവുമായിരുന്നു. ആയി രാജവംശ പരമ്പരയിലെ കുരു നന്നക്കടൻ രാജാവാണ് ക്ഷേത്രം അന്ന് പണി കഴിപ്പിച്ചത്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പ്രസിദ്ധപ്പെടുത്തിയ ദ മോണുമെന്റ്സ് ഓഫ് കേരള എന്ന പുസ്തകത്തിൽ ഈ ക്ഷേത്രത്തെപ്പറ്റി വളരെ വിശദമായി പറയുന്നുണ്ട്. അക്കാലത്ത് ദക്ഷിണേന്ത്യയിൽ തന്നെ അപൂർവമായിരുന്നു വട്ട ശ്രീകോവിലോട് കൂടിയ ക്ഷേത്രം. വിഷ്ണുപുരത്ത് നിന്ന് ഈ പുരാവസ്തു വകുപ്പ് കണ്ടെത്തിയ ബലിപീഠത്തിലെ ലിഖിതം കേരളത്തിൽ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളവയിൽ ഏറ്റവും പുരാതനമായ വട്ടെഴുത്ത് ലിപിയിലുള്ളതാണ്. കാലപ്പഴക്കം കൊണ്ട് മണ്ണിൻ അടിയിലായ ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് പുരാവസ്തു ഗവേഷകരാണ്. 1000-ലേറെ വർഷം പഴക്കമുള്ള വിഗ്രഹം ഗവേഷകർ ഇവിടെ നിന്ന് കണ്ടെടുക്കുകയും ഇപ്പോൾ കായംകുളം കൃഷ്ണപുരം കൊട്ടാരത്തിലെ മ്യൂസിയത്തിൽ സംരക്ഷിത സ്മാരകമായി സൂക്ഷിച്ചിരിക്കുകയുമാണ്. 1145 വർഷങ്ങൾക്ക് മുമ്പ് കുരു നന്നക്കടൻ മഹാരാജാവ് ക്ഷേത്രത്തിലെ ബലിപീഠത്തിൽ സൂര്യ ചന്ദ്രന്മാരുള്ളിടത്തോളം കാലം നൈവേദ്യത്തിന് അരി നൽകണം എന്ന് കൊത്തി വച്ചിട്ടുണ്ട്. ആ പുണ്യ പ്രവൃത്തിയാണ് ഇന്നിവിടെ നടക്കുന്നത്. AD 850 പണിത വിഴിഞ്ഞത്തിനടുത്തുള്ള ആയി ക്ഷേത്രം കഴിഞ്ഞാൽ AD 867 പണിത വിഷ്ണുപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തോളം പഴക്കമുള്ള ക്ഷേത്രങ്ങളൊന്നും തന്നെ ദക്ഷിണ കേരളത്തിൽ ഇല്ല എന്നാണ് പുരാവസ്തു രേഖകളും ചരിത്ര ഗവേഷണ പ്രബന്ധങ്ങളും സാക്ഷ്യപ്പെടുത്തുന്നത്. ഇപ്പോൾ തമിഴ്നാടിൻ്റെ ഭാഗമായ പാർത്ഥിവ ശേഖരപുരത്തെ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ AD 865 ആ രാജാവ് കുരു നന്ദടക്കടൻ പണി കഴിപ്പിച്ചതാണ്. 1 നൂറ്റാണ്ടോളം കാലം മണ്ണിന് അടിയിലായിരുന്ന ക്ഷേത്രം കണ്ടെത്തിയിട്ട് ഏതാണ്ട് 20 വർഷത്തോളമേ ആകുന്നുള്ളൂ. ക്ഷേത്രം പണിയാൻ ഉപയോഗിച്ചിട്ടുള്ള കരിങ്കല്ലുകൾ അഗസ്ത്യാർകൂടത്തിൽ നിന്നാണ് കൊണ്ടുവന്നത്. മണ്ണിനടിയിൽ നിന്നും കണ്ടെടുത്ത ആ പാളികളിലാണ് ക്ഷേത്ര പരിസരത്ത് വിശ്രമിക്കാനായി ഒരുക്കിയിരിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് നെയ്യാറ്റിൻകരയിലെത്തി അവിടെ നിന്ന് കാട്ടാക്കട റോഡിലൂടെ പെരുമ്പഴുതൂർ മുട്ടയ്ക്കാട് റൂട്ടിൽ വിഷ്ണുപുരം ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് ഏതാണ്ട് 500 മീറ്റർ സഞ്ചരിച്ചാൽ ഈ പുണ്യ പുരാണ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. ഇനി മറ്റൊരു ശിലാലിഖിതം കൂടെ ഉണ്ട് ഇവിടെ. അത് പറയുന്നത് ക്ഷേത്രത്തിൻ്റെ നിധിയെ പറ്റിയുള്ള കാര്യമാണ്. എന്നാൽ ഈ നിധിയെ പറ്റി ആകെ അറിയാമായിരുന്നത് രാജാവിന് മാത്രമാണ്. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ഏക്കറോളം വസ്തുക്കൾ ക്ഷേത്രം വകയായിരുന്നു. ഇപ്പോൾ അത് പലരുടെയും കയ്യിലാണ്. ക്ഷേത്രം പണിയാൻ ഉപയോഗിച്ച കല്ലുകൾ അഗസ്ത്യാർകൂടത്തിൽ നിന്നാണ് കൊണ്ടുവന്നതെന്ന് നേരത്തെ പറഞ്ഞല്ലോ. വട്ടശ്രീകോവിൽ പണിതിരുന്ന അവ ഇപ്പോൾ കണ്ടെടുത്തത് ക്ഷേത്രത്തിന് ചുറ്റും കൽബെഞ്ചുകളാക്കി മോടി പിടിപ്പിച്ചിട്ടുണ്ട്. ശ്രീകോവിലിൻ്റെ അടിസ്ഥാനം പഴയപടി നിലനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ പുനരുദ്ധീകരിച്ചിട്ടുള്ളത്. അതുപോലെ ബലിപീഠവും പല ഭാഗങ്ങളായാണ് മണ്ണിനടിയിൽ നിന്നും കണ്ടുകിട്ടിയത്. ചരിത്രത്തിൽ ഇത്രയും പ്രാധാന്യമുള്ള ക്ഷേത്രത്തെപ്പറ്റി നെയ്യാറ്റിൻകരയിലുള്ളവർക്ക് പോലും വലിയ അറിവില്ല എന്നുള്ളത് സങ്കടകരമായ കാര്യമാണ്. പുനരുദ്ധാരണം കഴിഞ്ഞ ശേഷം തെക്കൻ കേരളത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആനകളെ സംഘടിപ്പിച്ച് നടത്തിയ പൂരം ഈ ക്ഷേത്രത്തിലെ ഇതായിരിക്കും. അതുപോലെ വെടിക്കെട്ടും. ഇത്രയും പ്രാധാന്യമുള്ള ക്ഷേത്രം ഒരു ട്രസ്റ്റിൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ചരിത്രം ഇഷ്ടപ്പെടുന്നവർ, പ്രകൃതിയെ സ്നേഹിക്കുന്നവർ, നമ്മുടെ പഴമയെ സ്നേഹിക്കുന്നവർ ഒരിക്കലെങ്കിലും ഈ ക്ഷേത്രത്തിൽ പോകണം. അതിൻ്റെ ഓരോ കോണിലും ഓരോ തരിയിലും നമ്മുടെ പഴമയും പാരമ്പര്യവും ഒളിഞ്ഞു നിൽക്കും. ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരനാണ് അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ ഈ ക്ഷേത്രം പുനരുദ്ധീകരിച്ചതും മറ്റുള്ള എല്ലാ പ്രവൃത്തികളും ചെയ്തതും.